ചെമ്പന്തൊട്ടി മലബാർ സ്മാരക കുടിയേറ്റ മ്യൂസിയത്തിൽ സ്ഥാപിക്കുന്ന മാർ സെബാസ്റ്റ്യൻ വെള്ളോപ്പള്ളി വെങ്കല പ്രതിമ നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ കൈമാറി. ചെമ്പന്തൊട്ടി മലബാർ സ്മാരക കുടിയേറ്റ മ്യൂസിയത്തിൽ സ്ഥാപിക്കുന്ന തലശ്ശേരി അതിരൂപതയുടെ പ്രഥമ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വെള്ളപ്പള്ളി പിതാവിൻ്റെ വെങ്കല പ്രതിമ നിർമ്മാണത്തിന് കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപത കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി എല്ലാ മേഖലയിൽ നിന്നും എല്ലാ യൂണിറ്റുകളിൽ നിന്നുമായി പൊതുജനങ്ങളിൽ നിന്ന് ശേഖരിച്ച അസംസ്കൃത വസ്തുക്കൾ ആയ ഓട്, വെങ്കലം, പിച്ചള തുടങ്ങിയവ പ്രതിമ നിർമ്മാണ കമ്മിറ്റിയെ ഏൽപ്പിച്ചു. പൊതുജനങ്ങളും വിശ്വാസ സമൂഹവും മാർ വെള്ളോപ്പള്ളി പിതാവിന്റെ പ്രതിമ നിർമ്മാണത്തിനായി ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ട് വെള്ളോപ്പള്ളി പിതാവിനോടുള്ള സ്നേഹസ്മരണകളിൽ പങ്കാളികളായി. ചെമ്പന്തൊട്ടി ഫൊറോന ദേവാലയ പരിസരത്ത് കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപത പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അതിരൂപത ഭാരവാഹികളായ ഫിലിപ്പ് വെളിയത്ത്, ജിമ്മി ഐത്തമറ്റം, സുരേഷ് ജോർജ് കാഞ്ഞിരത്തിങ്കൽ, ബെന്നിച്ചൻ മടത്തിനകം, ഷിനോ പാറക്കൽ എന്നിവർ ചേർന്ന വെള്ളോപ്പള്ളി പിതാവിന്റെ വെങ്കല പ്രതിമ നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികളായ ചെമ്പന്തൊട്ടി ഫൊറോന വികാരി റവറന്റ് ഫാദർ ആന്റണി മഞ്ഞളാംകുന്നേൽ, ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ.വി. ഫിലോമിന ടീച്ചർ, നടുവിൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി.ടി. മാത്യു, ചെമ്പന്തൊട്ടി ഫൊറോന പ്രസിഡന്റ് ജോസഫ് മാത്യു കൈതമറ്റം എന്നിവർക്ക് അസംസ്കൃത വസ്തുക്കൾ കൈമാറി. ബിജു മണ്ഡപത്തിൽ, ജോസഫ് കെ.എ. കൊച്ചു കുന്നത്തുപറമ്പിൽ, ജെയ്സൺ അട്ടാറിമാക്കൽ, സജീവ്, കത്തോലിക്ക കോൺഗ്രസിന്റെ ചെമ്പന്തൊട്ടി യൂണിറ്റ് പ്രസിഡന്റ് ജോയി തടത്തിൽ എന്നിവർ വിവിധ മേഖലകളിൽ നിന്നുമായി വന്ന അസംസ്കൃത വസ്തുക്കൾ ചെമ്പന്തൊട്ടിയിൽ ശേഖരിക്കുന്നതിന് നേതൃത്വം കൊടുത്തു. മാർ വെള്ളോപ്പള്ളി പിതാവിന്റെ പേരിലുള്ള മ്യൂസിയത്തിന് മുമ്പിൽ ഒരു പ്രതിമ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയങ്കരനായ പ്ലംബനായ പിതാവ് ഓർഡർ ഇടുകയും അന്ന് തുടക്കത്തിൽ കുറച്ച് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷപൂർവ്വം പ്രതീക്ഷിക്കുന്നതിലധികം വെങ്കല വസ്തുക്കൾ സംഭരിച്ചുകൊണ്ട് ഇന്നിത് കൈമാറുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എല്ലാ ഫൊറോന പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ 19 ഫൊറോന പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ അതിരൂപതയിൽ നിന്ന് നിർദ്ദേശപ്രകാരം എല്ലാവരും സജീവമായിട്ട് ഇറങ്ങിക്കൊണ്ട് നമുക്ക് ഏകദേശം 20 കിൻഡൽ സാധനത്തോടും കളക്ട് ചെയ്യാൻ സാധിച്ചു.